അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ നിന്ന് മത്സരിച്ചു. പ്രാവശ്യം മിസ് ചെയ്യുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലം? തോക്കുകയും ചെയ്തു, മാന്യമായിട്ട് തോക്കുകയും ചെയ്തു. ധർമ്മജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമേശ് പിഷാരടി എന്നാണ് പറയാറ്. അപ്പോൾ രമേശ് പിഷാരടി ഇപ്രാവശ്യം മത്സരിക്കുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? പാലക്കാട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അവൻ നല്ല സ്ഥാനാർത്ഥിയാണ്. വിദ്യാഭ്യാസമുണ്ട്, നല്ല ദീർഘവീക്ഷണമുണ്ട്. പാലക്കാടാണ് അവൻ്റെ അമ്മ വീട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് രമേശ് പിഷാരടിക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? എടാ, ഇത് നീ ചെയ്യരുത്, അല്ലെങ്കിൽ ഇക്കാര്യം സൂക്ഷിക്കണം എന്ന് എന്താണ് പറയാനുള്ളത്? ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥിയും വലിയൊരു സ്ഥാനാർത്ഥിയാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിനെ എനിക്ക് പേര് കേട്ടിട്ട് പരിചയമില്ല. അപ്പം ആ സ്ഥാനാർത്ഥിന് വില കുറച്ച് കാണാൻ പാടില്ല. ബാലുശ്ശേരിയിലേക്ക് വന്നല്ല, അന്നത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചെറിയ ഒരു വിവാദം പോലെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിച്ചു എന്നുള്ള ഒരു പരാതി KPCC എല്ലായിടത്തും ഉണ്ടാവും. അതെല്ലായിടത്തും, എല്ലാ കാലത്തും എല്ലായിടത്തും ഒക്കെ ഉണ്ടാവും. ഒരു 12 ഷീറ്റ് പേപ്പർ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. വെറുതെ പറയുന്നതല്ല, 12 ഷീറ്റ് പേപ്പർ എനിക്കിവിടെ ഇരിപ്പുണ്ട്. ഞാനത് എടുത്ത് പുറത്തിറക്കാതിരിക്കുന്നത് ഇനി അതൊരു പൊളിച്ചെഴുത്ത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അന്നത്തെ പരാതികളാണോ? അന്നത്തെ വെട്ടിപ്പിന്റെ കാര്യങ്ങളാണോ? KPCC പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞായിരുന്നു. അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അടുത്ത പ്രസിഡന്റിനോട് കെ സുധാകരൻ ചേട്ടൻ ഇതായിട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചത് എന്താ ധർമ്മിക പ്രശ്നങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഞാൻ കുഴപ്പമില്ല, ഇരിപ്പുണ്ട് പേപ്പർ, എവിടെ ഇരിപ്പുണ്ട്. നൽകിയില്ല. ആ തട്ടിപ്പിന് വിവരങ്ങളൊന്നും നൽകിയില്ല. ഇല്ല, ഞാനത് എടുത്ത് വെച്ചു. ഞാൻ അത് വലിയ കാര്യമാക്കി എടുത്തില്ല. അതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സംഭവങ്ങളാണ് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങളിലൂടെ പറഞ്ഞല്ലോ. അപ്പോൾ അവരെ തെളിയിക്കണ്ടേ. നേതൃത്വം വേണ്ടത്ര ഒരു ഇടപെടൽ നടത്തിയില്ല അല്ലേ? നടത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ, എന്നോട് ഞാനിങ്ങനെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞപ്പോൾ അവർ ചോദിക്കണം അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ ഈ തെളിവെടുത്ത് കൊടുത്താനെ. അപ്പോൾ ബാലുശ്ശേരിയിൽ അന്നാ നേതൃത്വം ഇടപെടാത്തത് കൊണ്ടൊക്കെയാണോ പിന്നീട് ഇനിയൊരു മത്സരത്തിനില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം? അല്ല, ഞാനല്ലെങ്കിലും മത്സരത്തിനില്ല എന്ന് തീരുമാനിച്ചത് ആ ഒരു അവസ്ഥ ഉണ്ടെന്നോ അല്ല, വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്.